റൂൾസ് ഇത്രേ ഉള്ളൂ. ഓ അനാൻസാന്റെ വ്ളോഗിലൊക്കെ ഉണ്ടിട്ടാ. പണ്ടത്തെ കാര്യമല്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇവര് റെസ്റ്റോറന്റ് പോയപ്പോണ്ട് ഒരു മീനോട് വെറുതെ കിട്ടും. ഓനിട്ട് എന്തേ പണി എടുത്താലോ? ഇവനാള് സ്മാർട്ട് ആണല്ലോ. ഇവനിപ്പോ നമ്മൾ എന്ത് പണി കൊടുക്കും? ഇവൻ എന്ത് പണി കൊടുക്കാനാ? ഇവൻ നമുക്കിട്ട് പണിയില്ലേ? വല്ലാതെ ഉടക്കണം. മീൻ കൊത്തി മരിച്ചു പത്രത്ത് ഫോട്ടോ വരും. ഞാൻ എല്ലാം അവിടെ ഒരു ഗിവേ വീഡിയോ എടുക്കണ പരിപാടി ഉണ്ട്. ഫുള്ള് കാട്ടിക്കൂടി ഞാനൊക്കെ ആകെ കൊളാക്കി കൊടുത്തേക്കണ് കയ്യില്. റൂൾസ് ഇത്രേ ഉള്ളൂ. ഓ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം റിസൾട്ട് എന്ന് അനൗൺസ് ചെയ്യുന്ന പറയാൻ മറന്നു. ഞാൻ അതിന്റെ ചമ്മലാണ് കണ്ടോളി. എന്നിട്ട് അത് വല്ല ഞങ്ങളുണ്ട് ഒതുക്കി. അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നുപോയി. അതിന്റെ ഇടയിൽ വേറെ കോമഡി ഉണ്ടായി. അജ്മല് പെരുന്നാൾക്ക് പുതിയ ഷൂ എടുത്തേക്കണം. അത് കാണിച്ചാൽ മതി ഫുൾ പട്ടി ഷോ. നിങ്ങളത് കണ്ടോ കണി നടക്കണൊക്കെ നാടൻ പട്ടിക്ക് ഷൂട്ടിയ അവസ്ഥയാണ്. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. കഴിഞ്ഞപ്പോ നമ്മള് നേരെ ഭയങ്കര മൊക്കിക്കാണ്ട് പോയി. അവിടെ നമ്മള് റീമൊക്കെ നോക്കിക്കിടാ. അത് കഴിഞ്ഞപ്പോ കുറച്ചപ്പുറത്ത് ചെക്കന്മാരുതാ പെരുന്നാൾ ഡ്രസ് ഒക്കെ ഇട്ടത്. പൊന്നു പോലെ ഞാൻ അവനോട് ഈ ഡ്രസ്സ് എന്തായാലും എടുത്തോ, കാരണം ഏത് തിരക്ക് പെട്ടലാണ് എവിടെ നോക്കിയാലും കാണുന്ന. നമുക്ക് റെയിമിനെ ചെറുതായിട്ടൊന്ന് മോട്ടറാക്കാം. അച്ഛന്റെ വ്ളോഗിലൊക്കെ ഉണ്ടിട്ടാ. പണ്ടത്തെ കാര്യമല്ല. സെലിബ്രിറ്റി അജ്മൽ ഇപ്പൊ സാധാരണക്കാരോടൊന്നും മുണ്ടൂല. അജ്മലെ കടയെ കുറിച്ച് 2 വാക്ക് പറയും. കുഞ്ഞു കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത്. ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകളെ ഹർത്താലായതുകൊണ്ടായിരിക്കും. ഹർത്താലായതുകൊണ്ട് ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത്, അല്ലാതെ BMW Q7 കൊണ്ടുവന്നു. അജ്മലെ കൂടുതലൊന്നും പറയാം. അപ്പൊ ഏതായാലും ഞങ്ങളെ BMW എടുത്ത് പരിചയം. ഓക്കെ, ബൈ.